ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീക്കിലെ അനാലിസിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും അടിപൊളി വീക്കായിരുന്നു, വണ്ടർഫുൾ വീക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മാസം തുടങ്ങിയിട്ട് നല്ല മൂവ്മെന്റുകൾ കിട്ടി, നല്ല എൻട്രികൾ കിട്ടി, ഒരുപാട് എൻട്രികൾ മുന്നിൽ കൂടി പോയി, നല്ല നല്ല എൻട്രികൾ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റി, നല്ല പ്രോഫിറ്റ് കിട്ടിയ ഒരാഴ്ചയായിരുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ വീക്ക്ലി അനാലിസിസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 50% സെല്ലിലേക്കും ഒരു 50% ബൈയിലേക്ക് വന്നു. ഏകദേശം ആ രീതിയിൽ തന്നെയാണ് പ്രൈസ് പോയത്. സെല്ലും ബൈ ഒക്കെ തന്നു. ബൈയിലൊന്നും അധികം ട്രാപ്പ് ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് മൺഡേ ടു ടേസ്റ്റ് തന്നത്. ഫ്രൈഡേ ആയപ്പോഴാണ് പ്രൈസ് സെല്ലിലേക്ക് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് മാറിയത്. ഓൾറെഡി കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഫ്രൈഡേ ഒരു സെല്ലെടുത്തിരുന്നു. അപ്പോ ആ സെല്ല് ഒരു സിംഗ് ട്രേഡ് ആയിട്ടാണ് എടുത്തിരുന്നത്. വെച്ചാൽ നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് കിട്ടിയായിരുന്നു. അതിനുശേഷം നമ്മൾക്ക് കിട്ടിയ സെല്ലായിരുന്നു വണ്ടർഫുൾ സെല്ല്. ഫ്രൈഡേ കിട്ടിയത് നമ്മൾ എക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സെല്ലായിരുന്നു. ഒരു ഓർഡർ ഫ്ലോയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രൈസ് നല്ല രീതിയിൽ റീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഞാൻ റീഡ് എന്നേ പറയുള്ളൂ, ഈ കാണുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് എല്ലാം നമ്മൾ ലെറ്റേഴ്സ് ആയിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അത്ര നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നമ്മളുടെ കോഴ്സ് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നല്ല പ്രോഫിറ്റിൽ എല്ലാവരും പോയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീക്കിലേക്ക് വരാം. മന്ത് ഇപ്പോഴും ഒരു ബിയറിഷിൽ നിൽക്കണേണ്. ഏകദേശം ഒരു ഡോജി ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കണേണ്. ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ബിയറിഷിലാണ്. ഏകദേശം ഒരു ഈ വീക്ക് മുതൽ, ഏകദേശം ഏപ്രിൽ 24 എന്റെ ബർത്ത്ഡേ ആണ്, ആ ഒരു ടൈം മുതൽ പ്രൈസ് എന്ത് ചെയ്യുന്ന ഒരു ബിയറിഷിലാണ്. നമ്മളെ പറഞ്ഞതാണ്, നമ്മൾ ഈ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് വന്നൊരു ടൈമിൽ ഈ ഒരു പൊസിഷനിൽ മുതൽ പറഞ്ഞതാണ് ബൈ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പൊസിഷൻ വരെ നമ്മൾ ബൈ എന്ന് പറഞ്ഞു. ഈ ഒരു പൊസിഷനിൽ എത്തിയതോടെ നമ്മൾ പറഞ്ഞു പതിയെ നമുക്കൊരു 30% സെല്ല് നോക്കാം. നമ്മൾ ഏകദേശം കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഒരു 50% സെല്ലിലേക്ക് നോക്കി. ഒരു റേഞ്ച് ആണ്, നിങ്ങൾക്ക് രണ്ട് സൈഡിലേക്കും തന്നെ നോക്കാവുന്നതാണ്. പ്രൈസ് ഇനിയും പ്രൈസ് താഴേക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ പ്രൈസ് സ്ട്രക്ചർ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ബൈ എൻട്രീസ് നല്ല രീതിയിൽ കിട്ടും, സെൽ എൻട്രീസ് കിട്ടുന്നത് പോലെ തന്നെ. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് സെൽ എൻട്രിയിൽ നമുക്ക് രണ്ട് ട്രാപ്പ് ഒരു ട്രാപ്പ് തന്നിട്ട് സെക്കൻഡിലായിരിക്കും നമുക്ക് പലപ്പോഴും നമുക്ക് സെല്ലിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ബൈയിൽ നമുക്ക് അധികം ട്രാപ്പൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻട്രികളൊക്കെ ബൈയിൽ കിട്ടിയിരുന്നു. പക്ഷെ ഇനി അടുത്ത ആഴ്ച മുതൽ ചിലപ്പോൾ പ്രൈസ് ബിയറിഷിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത വീക്ക് മുതൽ പ്രൈസ് സെല്ലിൽ ബൈയിലേക്ക് എടുക്കുമ്പോഴും ചെറിയ ട്രാപ്പുകൾ തരാം. ചിലപ്പോൾ രണ്ട് സൈഡിലേക്ക് ചെറിയ ട്രാപ്പ് തരാനുള്ള സാധ്യതയുണ്ട്. ഒരു റേഞ്ചിലേക്ക് വരിക അല്ല, പ്രൈസ് താഴേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്കിപ്പോൾ ഡേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു OB ആണ് പോയത്. പക്ഷെ ഇവിടെ വിക്ക് ബ്രേക്ക് നടത്തി നമുക്കൊരു IFC ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ കൺഫർമേഷൻ നമ്മൾ ഈ ലോ വരെ പറഞ്ഞിരുന്നു. പക്ഷെ ആ ലോയും ബ്രേക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്റേണൽ ഐഡിയം എടുത്തത് കൊണ്ടാണ് ഇവിടെ നല്ലൊരു പുൾ ബാക്ക് നമുക്ക് കിട്ടിയത്. ആദ്യം ഇവിടെ ഒരു പുൾ ബാക്ക് കിട്ടി, വീണ്ടും പ്രൈസ് ഇവിടെ വന്നു, ഇവിടെ നല്ലൊരു പുൾ ബാക്ക് കിട്ടി. ഇത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സെല്ലാണ്. ഈ സെല്ല് നമ്മൾ പ്രതീക്ഷിച്ച സെല്ലായിരുന്നു, ഇതും നമ്മൾ പ്രതീക്ഷിച്ച സെല്ലായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ, ഞാൻ പറഞ്ഞില്ലേ, പ്രൈസ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ഇനിയിപ്പോൾ ഈ ലോയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ലോ വിക്ക് ബ്രേക്ക് ചെയ്യുന്ന വീണ്ടും പ്രൈസ് എന്ത് ചെയ്യാം. ഇപ്പൊ ഈ രീതിയിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ നമ്മൾ 4 ഹവറിലേക്ക് വന്നിയാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ഇന്റേണൽ ഐഡിയ ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് റിയാക്ട് ചെയ്ത് ഈ ലോയും എടുക്കുമ്പോഴത്തേക്കും പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്യും. ഈ ലോ എടുക്കുമ്പോൾ റിയാക്ട് ചെയ്യാം. ചിലപ്പോൾ നല്ലൊരു ബിയറിഷിലേക്കാണ് പോകണമെങ്കിൽ ചിലപ്പോൾ അതൊക്കെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. നാളത്തെ മാർക്കറ്റ് നമ്മൾ വാച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് ഈ ഒരു സെല്ലും ഈ ഒരു ബൈയും ഈ ഒരു സെല്ലും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റി. എന്ന് വെച്ചാൽ മൺഡേ ട്യൂസ്ഡേ മാർക്കറ്റ് നമുക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൈസ് എങ്ങോട്ട് പോകുമെന്നും ന്യൂസിന് എങ്ങനെയാണ് പ്രൈസ് ബിൽഡപ്പ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പൊ നോക്കിയാൽ ഈ ലോയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ ഈ ലോ ബോഡി ബ്രേക്ക് ചെയ്ത്, അതായത് ഈ ഒരു OB ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു OBയിലേക്കായിരിക്കും വരുന്നത്. ഈ OB നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു 1000 പിപ്സ് ഒക്കെ നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പോകാൻ പറ്റും. നല്ലൊരു കൺഫർമേഷൻ വേണം. വിത്തൗട്ട് കൺഫർമേഷനിൽ ഞാൻ ഒറ്റ എൻട്രി എടുക്കാറില്ല. എനിക്ക് SL അടിച്ചാലും ബ്രേക്ക് ഈവൻ അടിച്ചാലും ഞാൻ ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു POയിൽ ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുകയുള്ളൂ. വിത്തൗട്ട് കൺഫർമേഷനുള്ള ഒരു എൻട്രി പോലും നമ്മളില്ല. എന്ന് വെച്ചാൽ നമ്മൾ റെഗുലർ ആയിട്ട് പ്രോഫിറ്റിൽ പോകണമെങ്കിൽ, ഇപ്പൊ ഞാൻ വീക്ക്ലി മന്ത്ലി റെഗുലർ ആയിട്ട് പ്രോഫിറ്റിൽ പോകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളെ, ഈ രീതിയിൽ പ്രോഫിറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അത് മാത്രമല്ല, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് വേണം. അതേപോലെ നല്ലൊരു ഡിസിഷൻ മേക്കർ ആയിരിക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ ഒരിടത്തും ബ്രേക്ക് ആകാതെ കറക്റ്റ് കൺഫർമേഷൻ എൻട്രിയിൽ മാത്രം പോകുക. പക്കയായിട്ടുള്ള ട്രേഡ് മാനേജ്മെന്റ് ഉണ്ടായാൽ മാത്രം മതി. നിങ്ങളുടെ ഇമോഷൻസ് അതേപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് ഒക്കെ പക്കയായിട്ട് വർക്കൗട്ട് ആവും.
അപ്പോൾ കൂടുതൽ കാര്യത്തിലേക്ക് വരുന്നില്ല, നമുക്ക് ഡേയുടെ സ്ട്രക്ചറിലേക്ക് ഈ രീതിയിൽ പ്രൈസ് താഴേക്ക് വരാം. അതേപോലെ തന്നെ നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിൽ വന്നു കഴിഞ്ഞാലും പുതിയ സ്ട്രക്ചർ ഒന്നും തന്നിട്ടില്ല. 4 അവറത്തെ ഈ ഒരു ഓർഡർ ഫ്ലോയിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്തത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീക്കിലെ ഫ്രൈഡേ നമ്മൾ എടുത്ത ട്രേഡ്. നമ്മൾ ഇവിടം വരെ നല്ലൊരു ഏകദേശം ഇതൊരു ഇന്റേണൽ സ്ട്രക്ചർ ആണ്. ഇവിടം വരെ എടുത്ത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ വരാനുള്ള സാധ്യത പ്രൈസ് റീഡിങ്ങിൽ മനസ്സിലായി. കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വന്നു, പ്രൈസ് തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി പ്രൈസ് ഇനി ഈ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് വരാൻ. ഇതൊരു ഓർഡർ ബ്ലോക്കിലേക്ക് വരുമെന്നും പറഞ്ഞ് നമ്മുടെ കോഴ്സ് എടുക്കാത്ത പല ആൾക്കാരും എന്നോട് ചോദിച്ചു. ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്ട്രക്ചറിലുള്ള ഓർഡർ ബ്ലോക്ക്, ഒരിക്കലും വരാതിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡ് ഓർഡർ ബ്ലോക്ക് അല്ല ഓർഡർ ഫ്ലോ. പക്ഷെ അങ്ങനെയല്ല, ഓർഡർ ഫ്ലോ പഠിച്ച് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഫ്ലോനെ കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടം വരെ വന്നത്. പല ആൾക്കാർ ഇതിൽ വന്നില്ലല്ലോ എന്നും പറഞ്ഞത്. പക്ഷെ അത് വാല്യൂ സ്ട്രക്ചർ അല്ല, ഒരു ഇന്റേണൽ സ്ട്രക്ചർ ആണ്. വരാനുള്ള സാധ്യതയില്ല. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കാനുള്ള സാധ്യത, അപ്പൊ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് പോലും എടുക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഇവിടെ ഇതിന് താഴെയാണ് ഈ ഓർഡർ ഫ്ലോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ വന്ന് എടുത്തിട്ട് പോവാം. അപ്പോൾ പ്രൈസ് നല്ലൊരു സെറ്റപ്പ് നമുക്ക് തന്നു. പിന്നെ നിങ്ങൾ നമ്മുടെ 1 അവറിൽ ഉണ്ടായിരുന്നു. 1 അവറിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതലായിരുന്നു നമ്മുടെ ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു റിഫൈൻ ചെയ്ത ഓർഡർ ഫ്ലോ ആണ്. റിഫൈൻ ചെയ്ത ഓർഡർ ഫ്ലോയിലേക്ക് പ്രൈസ് വന്നില്ല. നമുക്ക് അവിടെ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ പ്രൈസ് ആദ്യം ഒരു ഹൈ തന്നു. ആ ന്യൂസിന് വരെ പ്രൈസ് എന്ത് ചെയ്തു, അവിടെ ബിൽഡപ്പ് ചെയ്ത് തന്നു. ആ വളരെ ചെറിയ ന്യൂസ് ആയിരുന്നു, നമ്മളെ കാര്യമായിട്ടുള്ള ന്യൂസ് ഒന്നും അല്ലായിരുന്നു. അപ്പൊ ഇത് ഇത്രയും മൂവ് ചെയ്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓർഡേഴ്സ് കറക്റ്റ് ആയിട്ട് അവിടെ ഫില്ലായി. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓർഡേഴ്സ് അനുസരിച്ച് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, പ്രൈസ് താഴേക്ക് പോയി. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നല്ല രീതിയിൽ ബിൽഡപ്പ് നടത്തി. പക്ഷെ ഇവിടെ പല ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ്, ഇപ്പം എന്തുകൊണ്ട് ഇവിടെ 1 അവറിൽ ഇത്രയും ടൈമിൽ ഇങ്ങനെ പ്രൈസ് നീങ്ങുന്നു. ഇതൊരു നമ്മുടെ റീറ്റെയിൽ സ്ട്രാറ്റജി പ്രകാരം ഇവിടെ നിന്ന് നല്ലൊരു ബൈ സെറ്റപ്പ് ആണ്. ഇവരുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു ബിൽഡപ്പ് തന്നെ ഏകദേശം 2330 മേല് 1 അവറിന്റെ ക്യാൻഡിൽ ഫോം ചെയ്തു. പ്രൈസ് നല്ല ബിൽഡപ്പ് തന്നു. ആദ്യം ഒരു ബിൽഡപ്പ് വന്നു, അവർക്ക് നല്ലൊരു ബൈക്കിംഗ് പൊസിഷൻ തന്നു. 30 ബ്രേക്ക് ചെയ്യാതെ പ്രൈസ് 60 വരെ വരാനുള്ള സാധ്യത വന്നു. 60 വരെ അവരുടെ ആ ഒരു സെറ്റപ്പ് കറക്റ്റ് ആയിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് നമ്മളുടേതായിട്ടുള്ള ഒരു ഇന്റേണൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓർഡർ ഫ്ലോയിലേക്ക് എടുത്തത്. നമ്മൾ ഒരിക്കലും റീറ്റെയിൽ സ്ട്രാറ്റജി വെച്ചല്ല. പക്ഷെ ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്കറിയാം അവിടെ ഒരു ട്രാപ്പ് ഉണ്ട് റീറ്റെയിലുകാരുടെ. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് തന്നെ റീറ്റെയിലുകാരുടെ ആയതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ട്രാപ്പിൽ കയറ്റി അവരിവിടെ കൊണ്ടുവന്നത്. പക്ഷെ നമുക്ക് ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു സെൽ പൊസിഷൻ ഉണ്ടായിരുന്നു. ഈ ട്രാപ്പിൽ വന്നു കഴിഞ്ഞാൽ 2060 മേലിൽ 1 അവറിന്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പലപ്പോഴും 1 അവറിന്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു പ്രൈസ് താഴേക്ക് കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് ബൈ ചെയ്യിക്കാൻ ശ്രമിച്ചു. ഇവിടെയൊക്കെ പലപ്പോഴും ബൈയിങ് കാണാം. വീണ്ടും നല്ലൊരു ബൈയിങ് വന്നു. ഇവിടെ നിന്ന് എല്ലാവരും നല്ലൊരു ബൈയിങ് പൊസിഷനിൽ ഇട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു നമുക്ക് ഇവിടെ നല്ലൊരു കൺഫർമേഷൻ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ചോദിച്ച പല ആൾക്കാരോടും പറഞ്ഞു ഇവിടെ ഒരു ട്രാപ്പ് ഇരിക്കുന്നുണ്ട്, പക്ഷെ പ്രൈസ് എവിടം വരെ പോകുന്നില്ല. അപ്പൊ ഇതിൽ വരാം, പക്ഷെ എവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുന്നു അവിടെ നിന്നൊക്കെ ഒരു പൊസിഷൻ നോക്കുക. ഇവിടെ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഒരു ട്രാപ്പ് വന്നത്, നമുക്ക് ഒരു സെല്ല് വന്നു. പക്ഷെ നമുക്കൊരു IFC ക്യാൻഡിലിന്റെ സെറ്റപ്പ് വെച്ച് നമുക്ക് ഇവിടെ നല്ലൊരു പ്രോഫിറ്റ് പല ആൾക്കാരും ബുക്ക് ചെയ്തു. നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഇവൻ അടിച്ചിട്ടുണ്ടാകും, SL അടിച്ചിട്ടുണ്ടാകും. നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് നമുക്ക് പോയത്. നല്ല രീതിയിൽ എന്റെ ട്രേഡ് മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകളാണെന്ന് എന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടാകും. നെക്സ്റ്റ് ഇവിടെ പ്രൈസ് വന്നു. ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് അവിടെ നിന്നൊരു സെല്ല് നമുക്ക് നോക്കായിരുന്നു. 1 മിനിറ്റൊക്കെ പോയി ഫ്ലിപ്പ് ഐഡിയ ഒക്കെ നോക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നല്ല കാര്യം. പക്ഷെ നമുക്ക് അവിടെ ഒരു ഇപ്പൊ ഏറ്റവും കൂടുതൽ സിംഗിൾ ക്യാൻഡിലാണ് വരുന്നത്. പിന്നെ നമ്മളുടെ കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് കിട്ടി. ഞാൻ ഏകദേശം ഒരു പല ഗ്രൂപ്പുകളിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് പല ആൾക്കാരോട്, ഏകദേശം ഒരു $50 വരെയൊക്കെ ഒറ്റ മൂവ്മെന്റിൽ പോകാം. പക്ഷെ നമ്മളൊരു $30 എന്തായാലും പ്രതീക്ഷിക്കാം. $30 എന്തായാലും നിങ്ങൾക്ക് വെക്കാം. ഫസ്റ്റ് ഒരു $20, $30 ആ രീതിയിൽ വെക്കാം. നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം 2065-60 നമ്മൾ ട്രേഡ് എടുത്തു. പ്രൈസ് മൂവ് ചെയ്ത് എവിടം വരെ, ഒറ്റ പുൾ ബാക്ക് പോലും ഇല്ലാതെ പ്രൈസ് മൂവ് ചെയ്ത് എവിടം വരെ, 316-17 വരെ അല്ലെ. ഏകദേശം 316 എന്ന് പറയുമ്പോൾ ഏകദേശം $50 നമ്മളെ പറഞ്ഞ ആ ഒരു പൊസിഷനിൽ തന്നെയാണ്. പക്ഷെ ഞാൻ നല്ലൊരു ട്രേഡ് ഇവിടെ നിന്ന് എടുത്ത് മാറി. വേറെ ഒന്നുമല്ല, ഫസ്റ്റ് നമ്മളുടെ ആ ന്യൂസിന് മുമ്പ് വരെ, അതായത് ന്യൂസ് ഏകദേശം 7:15 7:15 മുമ്പ് തന്നെ പ്രൈസ് മൂവ് ചെയ്ത് തുടങ്ങി. 7:30 ആയപ്പോഴത്തേക്കും പ്രൈസ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തി. അപ്പൊ അതിനു മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് നല്ല മൂവ്മെന്റ് നമ്മൾക്ക് തന്നു. അപ്പൊ പിന്നെ എങ്ങാനും ന്യൂസിന് 7:30 തിരിച്ച് കയറി കഴിഞ്ഞാൽ കേറില്ല എന്ന് ഞാൻ പറയുന്നില്ല. റീറ്റെയിലുകാർ നല്ലൊരു സപ്പോർട്ട് ഈ 2330 കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രൈസ് തിരിച്ചു കയറി.
ഈ പറയുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് FVG എങ്കിലും പ്രൈസ് എന്ത് ചെയ്യും, എടുക്കാനായിട്ട് പ്രൈസ് കയറും. ആ സമയത്ത് നമ്മൾ അവിടെ ട്രാപ്പിലാവും, നമ്മൾ ചിലപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു $20 ആ ഒരു സ്നിപ്പർ എൻട്രി എന്ന് പറയാം, കറക്റ്റ് ആ ഒരു മൂവ്മെന്റ് നമ്മൾ എടുത്തു മാറി ഇവിടെ നിന്ന് നെക്സ്റ്റ് ഹോൾഡ് ചെയ്ത ആളുകൾ ഉണ്ടാവും. വളരെയധികം സന്തോഷം. ഞാൻ പറയണത്, ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഒരു 20 എത്തുമ്പോൾ തന്നെ പ്രോഫിറ്റ് എടുത്ത് മാറുക. 20 അതേപോലെ ഇവിടെ നമ്മൾ 30, 36, 20 നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയില്ല. നമ്മളൊരാഴ്ച, നമ്മളിപ്പോൾ ഒരു കറൻസിയിലൊക്കെയാണ്, മറ്റുള്ള പേരിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മാസം നമ്മൾ നോക്കിക്കേണ്ട മൂവ്മെന്റ് നമ്മൾക്ക് ഇവിടെ കിട്ടി. അപ്പോൾ നെക്സ്റ്റ് വീക്കും പ്രൈസ് ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് മൺഡേ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൈസ് ഒന്ന് ചിലപ്പോൾ താഴേക്ക് വന്ന് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കുക. ഈ എന്തായാലും ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇൻഎഫിഷ്യൻസി പ്രൈസ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പ്രൈസ് ഒരു വട്ടം കൂടി വരും, ചിലപ്പോൾ ഒരു വട്ടം കൂടി വരുമ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇല്ല, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിന്റെ ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇറങ്ങാം. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സൈഡ് വേ ട്രെൻഡ് ആണ്. സൈഡ് വേ ട്രെൻഡിന്റെ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന അതേ സെറ്റപ്പ് തന്നെ നോക്കിയാൽ മതി. നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും വളരെ കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മളിവിടെ എൻട്രി എടുത്ത 50 മിനിറ്റിന് സെറ്റപ്പിൽ പ്രൈസ് വന്നു, അതേപോലെ നമ്മൾ സെക്ഷനൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. പക്ഷെ ഇത് വളരെ ലോ പ്രയോറിറ്റി എൻട്രിയാണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ബൈ സൈഡ് എൻട്രികൾ തന്നിരിക്കുന്നത് ഇവിടെ റേഞ്ചിലായിരുന്നു. ബൈ സൈഡ് എൻട്രികളിലാണ് പ്രൈസ് മൂവ് ചെയ്തത്. വളരെ ചെറിയ മൂവ്മെന്റുകളായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായത് അല്ലെ. മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേക്ക് ആയപ്പോൾ ചെറിയ ചെറിയ മൂവ്മെന്റുകളായിരുന്നു ഉണ്ടായത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ചെറിയ മൂവ്മെന്റിൽ തന്നെ നമ്മൾക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുക സൈഡ് വേ ട്രെൻഡിൽ, നമുക്കിത് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ പ്രൈസ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ നിന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് പ്രൈസ് ഇനി ഈ ഓർഡർ ഫ്ലോയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഓർഡർ ഫ്ലോയിലേക്ക് നമുക്ക് സെല്ല് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു TP എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഹൈ ഒക്കെ തന്നെ വെക്കുന്നതാ ബെറ്റർ. പക്ഷെ നമുക്ക് ഉറപ്പായിരുന്നു ഈ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് പ്രൈസ് കയറുമെന്ന്. ഈ ഓർഡർ ഫ്ലോയിലേക്ക് കയറി നല്ലൊരു മൂവ്മെന്റ് തന്നു, നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇവിടെ നിന്ന് ആ ദിവസം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ ആഴ്ച ഹെൽത്ത് പരമായിട്ട് ചെറിയ ഫുഡ് പോയ്സൺ ഒക്കെ അടിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ആ ഒരു സമയത്ത് നമ്മൾ ഹോസ്പിറ്റലായിട്ട് നിൽക്കുന്ന ടൈമിൽ പോലും നമ്മുടെ റണ്ണിങ് ട്രേഡിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. എനിക്കെന്ന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മൺഡേ ട്യൂസ്ഡേ ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എടുക്കുന്ന വീക്കിലി എടുക്കുന്ന പ്രോഫിറ്റിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് തന്നെ എനിക്ക് കിട്ടി. കഴിഞ്ഞ ആഴ്ചയുള്ള ഫ്രൈഡേയിലെ ട്രേഡ് ഹോൾഡ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ട്രേഡ് നമുക്ക് TP ട്യൂസ്ഡേ അടിച്ചതോടെ നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടി. ബാക്കിയുള്ള അക്കൗണ്ടിലും വലിയ കുഴപ്പമില്ലാത്ത പ്രോഫിറ്റാണ് കിട്ടി. എന്നാൽ ഇനി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് ഉണ്ടാക്കുന്നതിലല്ല, നമ്മൾ ഇതൊരു പാഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽസിലും ഈ ഒരു ട്രേഡിലും നോക്കിയിരിക്കുന്നതും ആ ട്രേഡ് എടുക്കുന്നതും അത് ആ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതും അത് വളരെ വളരെ പവർഫുൾ ആണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു പഴയ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നിരിക്കണായിരുന്നു. ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപ വേണ്ട ഒരു കാര്യമായിരുന്നു. എൻ്റെ പഴയ ഗോൾ സെറ്റ് ചെയ്യണം. ഇഷ്ടംപോലെ ബുക്ക് ഉണ്ട് ട്രേഡിന് വേണ്ടി. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ കോഴ്സ് അടക്കം പല കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഏകദേശം ഒരു 10-25 ബുക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും ബുക്കുകൾ പഠിച്ച കാര്യങ്ങൾ എഴുതി വെച്ച് ഇതൊന്നും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, വായിച്ചു നോക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ബുക്കിൽ നിന്ന് നമ്മുടെ ഗോൾ എഴുതി വെച്ചിരിക്കുന്ന ബുക്ക് നോക്കിയപ്പോൾ ആ ഒരു സംഭവം കണ്ടു. അതിനു വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ട്രേഡും കിട്ടിയതോടെ അതിനേക്കാൾ കൂടുതൽ ക്യാഷ് നമ്മുടെ കയ്യിൽ വന്നു. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ചെറിയ ചെറിയ ഗോളുകൾ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. അപ്പൊ ചെറിയ ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. അന്ന് ഞാൻ വലിയൊരു ഗോൾ സെറ്റ് ചെയ്തത് എനിക്ക് കിട്ടിയില്ല. അതിന് പിന്നെ ഞാൻ ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്തു. ഇന്ന് എന്നെ സംബന്ധിച്ച് ആ ഒരു സംഭവം എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിലും വലുതൊക്കെ നമ്മൾ ഇന്ന് അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയണത്, നിങ്ങൾക്ക് ഇന്നിപ്പോ ഒരു എന്താ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ഒരു ടൂർ പോകാൻ വേണ്ടിയുള്ള ഒരു 25,000 വേണം, അതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു 5,000 ഒരു സൺഗ്ലാസ് വേണം. ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ ചെറിയൊരു ഗോൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ നിങ്ങൾ ട്രേഡിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കി വീക്കിലി ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഫിറ്റ് വിഡ്രോവൽ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സാറ്റർഡേ സൺഡേ ഒക്കെ ഒന്ന് പുറത്തു പോയി അതൊക്കെ ഒന്ന് വാങ്ങിച്ചു നോക്കിയേ. നെക്സ്റ്റ് മൺഡേ വരുമ്പോൾ വാമ്പം മോട്ടിവേഷൻ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇന്ന് എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട കാശെല്ലാം ഞാൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വേണ്ട അത്യാവശ്യമായിട്ട് വേണ്ട കാശ് നമുക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യം ആയിട്ട് വേണ്ട കാശിന് വേണ്ടി നമ്മൾ ട്രേഡ് ചെയ്യും. ഇങ്ങനെ നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3 രീതിയിലാക്കാം: അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. മനസ്സിലായോ? ഇന്ന് കുറെ നാളായിട്ട് നമ്മൾ ട്രേഡിൽ പോകുമ്പോൾ തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യത്തിന് വേണ്ട കാശ് പോലും ഉണ്ടായില്ല. പിന്നീട് ആവശ്യമായി. ഇപ്പൊ അനാവശ്യം പല ആൾക്കാർക്കും അനാവശ്യമായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം എന്റെ ഗോളാണ്. അതുകൊണ്ടാണ് ഞാൻ എന്താണ് വാങ്ങിച്ചതെന്നും പറയാത്തത്. പട്ടി ഷോയാണെന്ന് പറയും. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നെക്സ്റ്റ്
നല്ല രീതിയിൽ പഠിക്കുക, അല്ലാതെ കാശ് ഉണ്ടാക്കണം എന്നുള്ളതല്ല. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പഠിക്കുക. എന്നെ സംബന്ധിച്ച് ഒരു ട്രേഡ് ഫസ്റ്റ് ടൈമിലൊക്കെ ലോസ് ഉണ്ടാകുന്ന ടൈമിൽ ബിഗിനിങ് ലെവലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ലോസ് ഉണ്ടായെന്ന് ഐഡന്റിഫൈ ചെയ്യാതെ ഞാൻ അന്ന് ഉറങ്ങില്ല. അത്രയും ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യും, അത്രയും ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യും, പല ആളുകളോട് ചോദിക്കും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി അത് ബുക്കിൽ എഴുതി അത് ജേണലിലാക്കാതെ ഞാൻ കിടന്ന് ഉറങ്ങത്തില്ല. അതിന്റെയൊക്കെ ഹാർഡ് വർക്ക് തന്നെയാണ് ഇന്ന് എനിക്ക് കിട്ടുന്ന റിസൾട്ട് അല്ല. ഇന്നിപ്പോ ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞൊരു നമുക്ക് ഇഷ്ടപ്പെട്ട് കളിക്കുന്ന ഒരു ഗെയിം പോലെയായി. ഇതിനെയായിരിക്കും ചിലപ്പോൾ പാഷൻ എന്ന് പറയുന്നത്, എനിക്കറിയില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇതേപോലെ തന്നെ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഈ നെക്സ്റ്റ് വീക്കും ഗോൾഡ് ഒരു സൈഡ് വേ ട്രെൻഡ് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ GBP/USD വരാം. GBP/USD വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഓൾറെഡി ഒരു നമുക്ക് എനിക്ക് തോന്നുന്നു ഈ മാസം ഒരു ബിയറിഷ് ട്രെൻഡിലാണ്, അല്ലെ? ബിയറിഷിലേക്ക് പ്രൈസ് മൂവ് ചെയ്തു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുതൽ മന്ത് വെച്ച് നോക്കണമെങ്കിൽ ഒരു സൈഡ് വേ ആണ്. ഞാൻ പറഞ്ഞു രണ്ട് സൈഡിലേക്ക് നോക്കണം. ഈ ആഴ്ച നോക്കണമെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് ഈ ഹൈ എടുത്തു, ആഴ്ച തന്നെ അതിന്റെ ഹൈ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൈസ് ഒന്നും കൂടി പുൾ ബാക്ക് എടുത്തു. നമുക്ക് 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ് ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇച്ചിരി കൂടി സെല്ല് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 4 ഹവറിന്റെ വരാൻ ഡേയിലേക്ക് വന്നാലും ബിയർ സ്ട്രക്ചർ ആണ്. 4 ഹവറിന് ഇവിടെ നമുക്ക് കറക്റ്റ് ആയി നമ്മൾ ഇവിടെ നിന്ന് ഒരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇവിടം വരെ വന്നു, ഏകദേശം ഒരു ലോട്ട് എടുത്ത് $500-600 വരെ കണ്ടതാണ്. അത് ബ്രേക്ക് ഈവൻ അടിച്ചു. എന്നെ സംബന്ധിച്ചൊന്നും പ്രശ്നമില്ല. എനിക്ക് കറൻസിയിൽ ട്രേഡ് ഇങ്ങനെ നോക്കി നിൽക്കാനും താല്പര്യമൊന്നുമില്ല. ഏകദേശം ഒരാഴ്ച കൊണ്ടാണ് അതൊന്നും ബ്രേക്ക് ഈവൻ അടിച്ചത്. അതേ സംബന്ധിച്ച് നമ്മുടെ ഗോൾഡിൽ 2 ട്രേഡ് എടുക്കണമെങ്കിൽ $5000 കിട്ടി, $500 നോക്കി നിൽക്കണം. നമ്മൾ ഇതായിട്ട് പറയണതല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗോൾഡാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഗോൾഡിൽ അടിപൊളിയായിട്ട് നമ്മുടെ സെറ്റപ്പ് വർക്കൗട്ട് ആവുന്നുണ്ട്. GBP അതിനും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറയില്ല, അതേപോലെ തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷെ GBP മൂവ്മെന്റ് കുറവായത്, എനിക്ക് ഇച്ചിരി മൂവ്മെന്റ് ഉള്ളത് നല്ല പ്രോഫിറ്റ് ഒക്കെ എടുക്കുന്നതാണ് താല്പര്യം. അപ്പൊ നോക്കിയാൽ നമുക്ക് 4 ഹവറിൽ ഇനി ഈ ഐഡിയം എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഇനി പുൾ ബാക്ക് എടുക്കാം. ഈ ഐഡിയം എടുക്കാൻ വേണ്ടി വരുന്ന ബൈ ഒക്കെ നിങ്ങൾക്ക് നോക്കാം. രണ്ട് സൈഡിലേക്ക് നിങ്ങൾക്ക് നോക്കാം. ബിയറിഷ് ആയെന്ന് പറഞ്ഞ് ചിലപ്പോൾ തിരിച്ചത് വീണ്ടും ബുള്ളിഷ് ആകാം. ഞാൻ ഇത് 4 ഹവറിന്റെ ഓൾറെഡി കഴിഞ്ഞ വീക്ക് തന്നെ പറഞ്ഞതാണ്. ഈ ഒരു സെറ്റപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പ്രൈസ് ബിയറിഷ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ 4 ഹവറിൽ ബിയറിഷ് ആയി കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു OB വരെ പ്രൈസ് വരെ, ഈ ഒരു ഓർഡർ ഫ്ലോ വരെ വന്നിട്ട് വീണ്ടും പ്രൈസ് ബുള്ളിഷ് ആകും. അപ്പോഴും നിങ്ങൾക്ക് 4 ഹവർ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. 4 ഹവറിൽ കിട്ടുന്ന എല്ലാ എൻട്രികളും നല്ല രീതിയിൽ എൻകാഷ് ചെയ്യുക. ഒരു 20, 25, 50, 100 അങ്ങനെയുള്ള ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെക്കുക, ചെറിയ ചെറിയ പിപ്പ് മൂവ്മെന്റുകൾ വെക്കുക. 1 ഹവറിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, മിക്കവാറും ഇവിടം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ബൈ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 50 മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ബിയറിഷ് തന്നെയാണ്. ബിയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. നമ്മൾ ഇവിടെ നിന്നായി എടുത്ത എൻട്രി വന്നു, ബിയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ആദ്യം ഈ നമ്മുടെ 50 മിനിറ്റിന്റെ ഡിസിഷൻ OB ബ്രേക്ക് ആയപ്പോൾ ഞാൻ ഓർത്ത് ഇനിയും പ്രൈസ് മുകളിലേക്ക് പോകുന്നു. പക്ഷെ ഇവിടെ എത്ര സ്ട്രക്ചർ ബ്രേക്ക് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ലോയൊക്കെ വളരെ ജസ്റ്റ് ഒന്ന് റെസിസ്റ്റൻസ് ചെയ്ത് നിന്നെന്ന് മാത്രമേ ഉള്ളൂ, അത് ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഞാൻ പറയുന്നതും ഒരു സൈഡ് വേ ട്രെൻഡിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് AUD വരാം. AUD വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ട്രേഡ് ഇപ്പോഴും റണ്ണിങ് ഏകദേശം ഒരു 3 TPയിലാണ് ഞാൻ അത് വെച്ചിരിക്കുന്നത്. ഏകദേശം 2 TP ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മിക്കവാറും അടുത്ത ഞാൻ പ്രോഫിറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. മന്ത് തന്നെയാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്, വലിയ മൂവ്മെന്റ് ഇല്ലാത്തൊരു മന്ത് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. ഈ ഒരു റേഞ്ച് ഈ കഴിഞ്ഞ ആഴ്ചത്തെയൊക്കെ റേഞ്ച് തന്നെയാണ്. ഏകദേശം ഒരു 6-8 ക്യാൻഡിലായിട്ട് നല്ലൊരു റേഞ്ചിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ രണ്ട് സൈഡിലേക്ക് നിങ്ങൾക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. ആ ഒരു പൊസിഷനിൽ വന്ന് ലിക്വിഡേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗൈൻ ബൈ സെല്ല് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പൊ ഡേയിലേക്ക് തന്നെയാണെങ്കിലും ഈ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബൈ എടുത്തത്. പക്ഷെ നോ രക്ഷ, നമ്മൾ ഈ ഹൈ എടുത്തിട്ട് പ്രൈസ് ഇറങ്ങും എന്ന് വിചാരിച്ചു. പക്ഷെ പ്രൈസ് താഴേക്ക് വന്നിട്ട് ചിലപ്പോൾ വീണ്ടും തിരിച്ച് കയറാം. അപ്പൊ ഞാൻ ഇനി വേറെ ട്രേഡ് ഒന്നും ഇതിൽ നോക്കുന്നില്ല. ഇനി ഇവിടെ തന്നെയാണെന്നെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ നോക്കാം. നമുക്ക് 4 ഹവറിൽ നോക്കണമെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എത്ര എൻട്രി ആയി? 4 എൻട്രി ആയി. ഈ OB ഇതേവരെ ഫെയിലും ആയിട്ടില്ല. നോക്കി ഇവിടം വരെയൊക്കെ ചെന്നതാണ്, ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് വീണ്ടും, അതായത് പ്രൈസ് ഇവിടെ നമ്മൾ സ്ട്രക്ചർ നോക്കണമെങ്കിൽ ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഐഡിയം എടുത്തിട്ടുണ്ട്, എക്സ്ട്രീമിൽ നിന്ന് പ്രൈസ് ഇറങ്ങി. വീണ്ടും നമ്മൾ ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് നമ്മൾ ഇവിടെ നിന്ന് ബൈ എടുത്ത് ഇവിടെ തിരിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഹൈ എടുത്തിട്ടുണ്ട്. ഇവിടെ വിക് ബ്രേക്കാണ് നടത്തിയത്. ഇവിടെ നിന്ന് സെല്ലെടുത്തു, ഇവിടെ നിന്ന് ലിക്വിഡിറ്റി എടുത്ത് വീണ്ടും ബൈ. അപ്പൊ ഓസ്ട്രേലിയൻ ഡോളറിൽ മാത്രം നോക്കണവർക്കാണെങ്കിൽ ഒരുപാട് സ്കോപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. വീണ്ടും ബൈ അഗെയിൻ. ഇത് ഹൈ എടുത്തു, ഈ ഹൈ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോഡി ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. കറൻസിയിൽ അങ്ങനെയാണ്, ബോഡി ബ്രേക്ക് ചെയ്താലും താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. വീണ്ടും ലോ എടുത്തു,
വീക്ക് ബ്രേക്ക് ആണ് നടത്തിയിരിക്കുന്നത്. ഇവിടുന്ന് എഗെയിൻസ്റ്റ് ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഇന്റേണൽ ഈ ഒരു ഇതിൽ വന്നു, പ്രൈസ് എനിക്ക് തോന്നുന്നു ഇതിൽ വന്ന് ടച്ച് ചെയ്തു, പ്രൈസ് താഴേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരുന്നു. സെക്കൻഡ് ടാർഗറ്റ് ഏകദേശം 50 മിനിറ്റിൽ വെച്ച് ഈ ഒരു പൊസിഷനിലായിരുന്നു. സെക്കൻഡ് കഴിഞ്ഞു. തേർഡ് ഞാൻ ഈ ഹൈ ആണ് വെച്ച് വെച്ചത്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഈ ഹൈ എടുക്കും എന്ന് തന്നെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ട്രേഡ് എടുത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. കുറച്ച് പേര് സെല്ലിലേക്ക് വരുമെന്ന് പറഞ്ഞു. നമ്മളൊരു പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, നമുക്ക് ഇനി യൂറോ യൂസ്റ്റിലേക്ക് വരാം. യൂറോ യൂസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഇതേ സെയിം തന്നെ ആയിരിക്കും. നമ്മുടെ GBPയിലും അതേപോലെ തന്നെ നമ്മളുടെ UDയിലെ കണ്ട പോലെ തന്നെ മന്ത് കുറച്ച് നാളായിട്ട് ഒരു റേഞ്ചിൽ തന്നെയാണ്. ബിയറിഷ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തെ അതേ പൊസിഷനിൽ തന്നെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്രൈസ് ഈ ഹൈ എടുത്തു, താഴേക്ക് നല്ലൊരു പുൾ ബാക്ക് എന്ന്, വീണ്ടും ഈ ഹൈ എടുത്തു. അപ്പോൾ ഈ ലോ വരെ പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു 3-4 ആഴ്ചയായിട്ട് പ്രൈസ് ബിയറിഷിലേക്കാണ്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. നമ്മൾ ഓൾറെഡി ആ സെല്ലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഒരു ബിയറിഷ് മൂവ്മെന്റ് തന്നെയാണ്. പക്ഷെ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് താഴേക്ക് വരുന്നില്ല. നമ്മളൊരു 4 ഹവറിന്റെ ഒരു സിംഗ് ട്രേഡ് നമ്മളിതിൽ പറഞ്ഞതാണ്, 4 ഹവറിന്റെ OB-ന്ന്. ആ ഒരു മൂവ്മെന്റ് തന്നെയാണ് ഇന്ന് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് എടുക്കും? ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, അപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കും. ഇപ്പൊ മെയ് 16, ഇപ്പൊ എത്രയായി? ജൂൺ 26. ഇപ്പൊ ഇവിടെ നിന്ന് ആദ്യം ട്രേഡ് എടുത്തു, രണ്ടാമത് ഇവിടെ നിന്ന് ട്രേഡ് എടുത്താൽ ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം, ചിലപ്പോൾ 2 മാസം പിടിക്കാന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോ ആ ഒരു മൂവ്മെന്റിലേക്ക് തന്നെ നിങ്ങൾക്ക് ബൈയും നോക്കാം, സെല്ലും നോക്കാം, ഒരു പ്രശ്നമില്ല. 1 ഹവറിലും ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു, ബിയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ IDM എടുത്തു, പ്രൈസ് മൂവ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെല്ലും ബൈയും നോക്കാം. പ്രൈസ് കറൻസികളെല്ലാം ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയറിഷ് ട്രെൻഡ് ആണ്. എന്നാലും നിങ്ങൾക്ക് 2 സൈഡിലേക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇനി എന്തെങ്കിലും സ്റ്റുഡൻസിനോട് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും കൺഫർമേഷൻ കാര്യങ്ങളുണ്ടെന്നെങ്കിൽ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ അടക്കുന്നതാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് അമേസിംഗ് ആയിട്ട് ഈ പ്രാവശ്യം പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. മിക്കവരും തന്നെ വീക്കിലി പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വന്നപ്പോൾ മന്ത്ലി ഷെയർ ചെയ്ത കുറെ പേരുണ്ട്. അപ്പൊ മന്ത്ലി ഷെയർ ചെയ്യാനായിട്ട് ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ച് ഒരു 5-6 പേര് മന്ത്ലി ഷെയർ ചെയ്ത് തന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം മന്ത്ലിയും പ്രോഫിറ്റ് കണ്ടതോടെ. ഞാൻ ഇതേവരെ ചോദിക്കാത്തൊരു കാര്യമാണ്. അടിപൊളിയാണ്. വീക്ക്ലി മന്ത്ലി പ്രോഫിറ്റിൽ തന്നെ പോവുക. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീക്കും വളരെ അടിപൊളിയായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.